അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് അസസ്മെന്റ് ഓഫ് ഫേംസ് ആണ്. അപ്പോൾ അസസ്മെന്റ് ഓഫ് ഫേമിന്റെ അസസ്മെന്റ്. ഫേം എന്താ? Two or more persons agree to start a business which will be carried on by all or any of those partners acting for all with the aim of earning profit out of the activities of the business, which will be called as partnership firm. അതായത് ഒരു ഫേം രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ പരസ്പരം സമ്മതിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആ ബിസിനസ് എന്തിനാ? പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്നെങ്കിൽ ആ പാർട്ട്നേഴ്സിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി ബിസിനസ് കൊണ്ടുപോകുന്നു, അതല്ലെങ്കിൽ ആ പാർട്ട്നേഴ്സ് എല്ലാവരും ചേർന്ന് ബിസിനസ് കൊണ്ടുപോകുന്നു. അത് അവരുടെ പരസ്പര സമ്മതപ്രകാരം അവർ എഗ്രി ചെയ്തിട്ടാണ് ഈ ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫേമിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താ? മീനിങ് ഓഫ് പാർട്ട്ണർഷിപ്പ്. സെക്ഷൻ 4 ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 defines a partnership as relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം സെക്ഷൻ 4 പറയുന്ന ഡെഫിനിഷൻ ആണ്. അതായത് കുറച്ച് ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷന്റെ ബേസിൽ അവർ പരസ്പരം സമ്മതിച്ച് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്തോളാം എന്ന സമ്മതത്തിന്റെ മേളിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പിൽ എൻട്രി ചെയ്യുന്ന ആളുകളെ നമ്മൾ ഇൻഡിവിജ്വലി പാർട്ട്നേഴ്സ് എന്നും അവരെ കളക്റ്റീവ്ലി നമ്മൾ ഫേം എന്നും വിളിക്കുന്നു. പിന്നെ അടുത്തത് മെയിൻ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പം പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ദി റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ് ആസ് ടു ദെയർ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, സാലറി, എക്സെട്ര, terms and conditions as to working, functioning and dissolution of the partnership firm. അപ്പോൾ എന്താ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പിനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആ പാർട്ട്നേഴ്സിൻ്റെ അവരുടെ ബിസിനസ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ബ്ലൂ പ്രിന്റ്, അതായത് ഒരു എഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? ദ ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ് ആസ് ടു ദർ ക്യാപിറ്റൽ സംബന്ധിച്ച് അവരുടെ കോൺട്രിബ്യൂഷൻ, ഓരോ പാർട്ട്നേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് എത്രയാ, അവരുടെ ഡ്രോയിങ്സ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, സാലറി, അവരുടെ വർക്കിങ്ങിന്റെ കണ്ടീഷൻസ്, ടേംസ്, പിന്നെ ഫങ്ഷനിങ്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഡിസൊല്യൂഷൻ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, ആർക്കൊക്കെ ഒരു പാർട്ട്ണർ ആകാൻ പറ്റും. ഒരു ഇൻഡിവിജ്വലിന് പാർട്ട്ണർ ആകാൻ പറ്റും, ഒരു ഇൻഡിവിജ്വലിന് പാർട്ട്ണർ ആകാൻ പറ്റും. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അതുപോലെ തന്നെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള മറ്റൊരാളുമായിട്ട് പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൈനറിനെ ആക്ച്വലി മറ്റൊരാളെ അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും. എന്തിനു വേണ്ടി? ആ പാർട്ട്ണർഷിപ്പിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ ഈ മൈനറെ ഏർപ്പാടാക്കിയിരിക്കുന്നതായിരിക്കും. അങ്ങനെ മൈനർക്കും ഒരു പാർട്ട്ണർ ആകാൻ പറ്റും. പിന്നെ ഫേമിന് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ പോലെ തന്നെ രണ്ട് ഫേംസിന് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ പറ്റും. അപ്പൊ അതിലെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഇൻഡിവിജ്വൽ ഫേംസ് ആയിരിക്കും, രണ്ട് സെപ്പറേറ്റ് ഫേംസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കേസിൽ അതിലെ മെമ്പേഴ്സിന് ആ ഫാമിലിക്ക് പുറത്തുള്ള മെമ്പേഴ്സുമായിട്ട് പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ളിലെ മെമ്പേഴ്സുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഓക്കെ. അടുത്തത് കമ്പനിയുടെ കേസിൽ
കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അതുപോലെ എഗ്രിമെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് ആ കമ്പനിക്കും ഒരു പാർട്ണറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ട്രസ്റ്റിനും പാർട്ണറാകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, കൈൻഡ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഫോർ ടാക്സേഷൻ പർപ്പസ്. ടാക്സേഷൻ പർപ്പസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എത്ര ടൈപ്പ് പാർട്ണർഷിപ്പ് ആണ് ഉള്ളത്? അതായത് ഫസ്റ്റ് വൺ, എ ഫേം അസെസ്ഡ് ആസ് സച്ച്, സെക്ഷൻ 184. എ ഫേം അസെസ്ഡ് ആസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, സെക്ഷൻ 185. ഒന്ന് സെക്ഷൻ 184 അനുസരിച്ച് ഫേം ആയിട്ട് അസസ് ചെയ്യുന്നു, മറ്റേത് സെക്ഷൻ 185 അനുസരിച്ച് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടീഷൻസ് ഫോർ അസസ്മെന്റ് ആസ് എ ഫേം എന്താണെന്ന് നോക്കാം. സെക്ഷൻ 184 അതാണ് കണ്ടീഷൻസ് ഫേം ആയിട്ട് അസസ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സെക്ഷൻ 184 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഫേമിനെ പാർട്ണർഷിപ്പ് ഫേം ആയിട്ട് അംഗീകരിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ എന്നുള്ള കണ്ടീഷൻ എന്താ? പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം വേണം, എങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഫേം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ ഷെയർസ് ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ഡീഡ്. രണ്ടാമത്തെ പോയിന്റ് ആണത്. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഷെയർ അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് ആ ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടാവണം. ദെൻ സബ്മിഷൻ ഓഫ് സർട്ടിഫൈഡ് ഇൻസ്ട്രുമെന്റ്. ഈ ഇൻസ്ട്രുമെന്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്മിഷൻ ഓഫ് റിവൈസ്ഡ് ഇൻസ്ട്രുമെന്റ്. ദർ ഇസ് എനി റിവിഷൻ ഓർ ഡിഫറൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പാർട്ണർ റിട്ടയർ ആകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസിലും ആ റിവൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് പ്രിപ്പയർ ചെയ്യണം. ആ ഇൻസ്ട്രുമെന്റും ഫയൽ ചെയ്യണം, റിട്ടേണിനൊപ്പം സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. There should not be any failure on the part of the firm under section 144 as 144 കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് ഫുൾഫിൽ അത് ഫെയിലിയർ ഉണ്ടാവാൻ പാടില്ല. ആ കണ്ടീഷൻസ് അതാണ് പറയുന്നത്. ആ കണ്ടീഷൻസ് ആണിത്. ഫെയിൽസ് ടു സബ്മിറ്റ് റിട്ടേൺ ആഫ്റ്റർ റിസീവിംഗ് നോട്ടീസ്. കണ്ടീഷൻസ് അല്ല, ഈ പറയുന്ന കാര്യങ്ങൾ ഫെയിൽസ് ആണെങ്കിൽ ഫെയിൽസ് ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. സബ്മിറ്റ് റിട്ടേൺ ആഫ്റ്റർ റിസീവിംഗ് നോട്ടീസ്. അതായത് നോട്ടീസ് കിട്ടിയതിന് ശേഷവും റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനായിട്ട് വീഴ്ച വരുത്തി. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ്, ഫെയിൽസ് ടു പ്രൊഡ്യൂസ് സ്പെസിഫൈഡ് അക്കൗണ്ട്സ്, ഡോക്യുമെന്റ്സ് ഓർ ഇൻഫർമേഷൻ. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ്, ഇൻഫർമേഷൻ, അക്കൗണ്ട്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും വീഴ്ച വരുത്തി. അടുത്തത്, ഫെയിൽസ് ടു മേക്ക് അറ്റൻഡൻസ് ബിഫോർ ദി അസസിംഗ് ഓഫീസർ ഓർ ദി പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് ദി റിട്ടേൺ ഫയൽഡ്. റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ ഒപ്പം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റിയില്ല. അതിൻ്റെ ഒപ്പം ഒന്നെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് മുമ്പിൽ നേരിട്ട് ഹാജരാക്കാൻ, ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ ആ വീഴ്ച വരുത്തിയാലും ഈ വീഴ്ചകളും വരുത്താൻ പാടില്ല എന്ന ഈ കണ്ടീഷൻ 184 പ്രകാരം പറയുന്നത്. ഇതൊക്കെ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഫേമിനെ നമുക്ക് ഫേം ആയിട്ട് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അസസ്മെന്റ് വെൻ സെക്ഷൻ 184 നോട്ട് കംപ്ലൈഡ്. അപ്പം സെക്ഷൻ 185 ആയി. സെക്ഷൻ 184 അനുസരിക്കുന്നില്ല എങ്കിൽ ഫേമിനെ എങ്ങനെ അസസ് ചെയ്യും? സെക്ഷൻ 185 പ്രകാരം അസസ് ചെയ്യും. Firm shall not be assessed for the assessment year as partnership firm. അങ്ങനെയുള്ള ഫേമിനെ പാർട്ണർഷിപ്പ് ഫേം ആയിട്ട് അസസ് ചെയ്യില്ല. അസസ്മെന്റ് ഇയറിൽ പാർട്ണർഷിപ്പ് ഫേം ആയിട്ട് അസസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. 184 അനുസരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പാർട്ണർഷിപ്പ് ഫേം ആയിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കതിനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അടുത്തത്, കമ്പ്യൂട്ടിംഗ് ഇൻകം ഫ്രം PGBP, അതായത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് from business or profession. No deductions shall be allowed as interest, salary, bonus, commission or remuneration to partners. അതായത് നമ്മുടെ ഫേമിന്റെ ഇൻകം അസസ് ചെയ്യുമ്പം ഈ പറഞ്ഞ പേയ്മെന്റ്സ്, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ഫേമിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ സെക്ഷൻ 184
അനുസരിക്കാത്ത ഫേം, അതായത് ഫേമായിട്ട് അസസ് ചെയ്യാൻ പറ്റാത്ത ഫേമിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഡിഡക്ഷൻസ് ഒന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അടുത്തത് mentioned above shall not be accessible in the hands of partners. അതായത് വേറൊന്നുമല്ല, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇൻട്രസ്റ്റ്, ബോണസ്, സാലറി, ഈ കമ്മീഷൻ, ഇതെല്ലാം പാർട്ട്നേഴ്സിന്റെ കയ്യിൽ അക്സസബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അത് ഓൾറെഡി നമ്മളിപ്പം ഫേമിന്റെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് ടാക്സ് കൊടുക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിന് അതിൽ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഏതൊരു ഇൻകത്തിനും ഒരു തവണ ടാക്സ് കൊടുത്താൽ മതിയല്ല. അതുകൊണ്ട് തന്നെ അപ്പം ഫേമിന്റെ കേസിലാണെങ്കിൽ നമ്മളത് ഡിഡക്റ്റ് ചെയ്തിട്ട് ഫേമിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെങ്കിൽ ആ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പം കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആണ് അടുത്തത്. അപ്പം നമ്മുടെ ഫേമിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഫേമിന്റെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫേമിനെ സംബന്ധിച്ചിടത്തോളം 4 ഹെഡ് ഓഫ് ഇൻകമേ ഉള്ളൂ. ഒന്ന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 4 ഹെഡ് ഓഫ് ഇൻകം ആയിരിക്കും ഫേമിനെ സംബന്ധിച്ച്. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ PGBP. PGBP എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇതാണ് നമ്മുടെ ഫേം എന്ന അതിനെ പറയുന്നതാണ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അതാണ് ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഇൻകം ഹെഡാണ് പ്രോഫിറ്റ് ആ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, അപ്പം സെക്ഷൻ 137ഉം 36ഉം പറയുന്നുണ്ട് ഡിഡക്ഷൻ ഓഫ് റെമ്യൂണറേഷൻ ക്യാൻ ബി ക്ലെയിംഡ് സബ്ജക്ട് ടു ദ കണ്ടീഷൻസ് അണ്ടർ സെക്ഷൻ 40B. ഈ 40B പ്രകാരം ചില ഡിഡക്ഷൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനിൽ നിന്ന് ചില ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ. ഫസ്റ്റ് വൺ, പേയ്മെന്റ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ് ആയിരിക്കും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം എല്ലാ പാർട്ട്നേഴ്സും വർക്കിംഗ് പാർട്ട്നേഴ്സ് ആവണമെന്നില്ല, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സും ഉണ്ട്. അപ്പം വർക്കിംഗ് പാർട്ട്നേഴ്സിന് മാത്രമേ, അതായത് ബിസിനസ്സിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഡിഡക്ഷൻ അലൗ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, പേയ്മെന്റ് ടു പാർട്ട്നേഴ്സ് ഫോർ എ പീരിയഡ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഡീഡ് ഷാൽ ബി ഡിസലൗഡ്. അതായത് ഇപ്പം നമ്മുടെ ഡീഡ് പ്രകാരമുള്ള ഡേറ്റിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു പീരിയഡിൽ ഒരു പാർട്ട്ണർക്ക് കൊടുത്ത പേയ്മെന്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം നിലവിലുള്ള ഡീഡിനകത്തും അതിനെക്കുറിച്ചില്ല, ആ ഡീഡിനകത്തില്ല. മുമ്പത്തെ ഏതോ ഒരു ഡീഡിൽ പറഞ്ഞ പ്രകാരമുള്ള ഒരു പേയ്മെന്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്തത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി അലൗഡ് അപ് ടു 12%. അതായത് 12% വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് അനുവദിക്കുന്നുണ്ട്. അതിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. അടുത്തത്, പേയ്മെന്റ് ഓഫ് റെമ്യൂണറേഷൻ ആസ് പെർ സെക്ഷൻ 40B. ഈ സെക്ഷൻ 40B പറഞ്ഞ പ്രകാരമുള്ള രീതിയിലുള്ള റെമ്യൂണറേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻസ് അലൗ ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൻ 40B പ്രകാരം പറഞ്ഞിരിക്കുന്ന എല്ലാ ലിമിറ്റും ഫോളോ ചെയ്യുന്ന പേയ്മെന്റ്സിനെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതായിരിക്കും കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ PGBP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെക്ഷൻ 40B പ്രകാരമുള്ള കണ്ടീഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നോൺ വർക്കിംഗ്, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിൽ പേയ്മെന്റ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. അപ്പൊ അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. നേരത്തെ പറഞ്ഞു വർക്കിംഗ് പാർട്ട്നേഴ്സിനെ ഉള്ളത്. അപ്പം നോൺ വർക്കിംഗ് പാർട്ട്നേഴ്സിന് പേയ്മെന്റ് കൊടുക്കുമല്ലോ, അപ്പൊ അത് നമുക്കിവിടെ അലൗ ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം.
Mr. Chandan Raj and Mr. Boni are the partners of Krishna Enterprises. They had the credit balance of their capital on 1st April 2018 rupees 3 lakh. The interest on capital was paid to them for the financial year at 18%. The net income of the firm after allowing interest on capital to partners at 18% was rupees 2,60,000. Calculate taxable income of the firm as per Income Tax Act. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഏപ്രിൽ 1 ചന്ദൻ രാജിന് ബോണസ് കൃഷ്ണ എന്റർപ്രൈസസിന്റെ 3 lakh rupees ക്യാപിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത് 18% ആണ്. ഈ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷമുള്ള അവരുടെ ഇൻകം എന്ന് പറയുന്നത് 2,60,000 ആണ്. അപ്പൊ നമുക്ക് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞല്ലോ അവരുടെ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്തത്, നെറ്റ് ഇൻകം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ നെറ്റ് ഇൻകം 2,60,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കണം, നമുക്കിവിടെ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ സെക്ഷൻ 40B പ്രകാരം 12% ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. കണ്ടോ, 12% ഇൻട്രസ്റ്റ് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ 18% ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം 6% ഇൻട്രസ്റ്റ് എക്സ്ട്രാ ആണ്. അപ്പൊ അത് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അതും കൂടെ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ നമുക്ക് നെറ്റ് ഇൻകം കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യണം, ആ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം 3 lakh ഇൻറ്റു എക്സസ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എത്രയാ, 6%. അപ്പം 3 lakh ഇൻറ്റു 6/100, അപ്പം 18,000 ആണ് നമ്മുടെ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, എക്സസ് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത് 2,60,000 കൂടെ ഈ 18,000 ആഡ് ചെയ്യും, 2,78,000 എന്ന് വരും. ഓക്കെ, അപ്പം 18,000 ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ 18% ഇൻട്രസ്റ്റ് കാണുക, 12% ഇൻട്രസ്റ്റ് കാണുക, അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. അപ്പോഴത്തേക്കും 18,000 എന്നുള്ള എമൗണ്ട് കിട്ടും. അടുത്തത് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. റെമ്യൂണറേഷൻ അലൗഡ് ആസ് ഡിഡക്ഷൻ, അതിന്റെ കാര്യങ്ങളാണ്. ഒന്ന്, ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്, വർക്കിംഗ് പാർട്ട്നേഴ്സിനാണ് കൊടുക്കുന്നെങ്കിൽ അത് ഡിഡക്ഷൻ ആയിട്ട് അലൗ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓതറൈസ്ഡ് ബൈ പാർട്ട്ണർഷിപ്പ് ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓതറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ അനുവദിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീരീഡ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഡീഡിന് റിലേറ്റ് ചെയ്യുന്നതായിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ പീരീഡ് എപ്പോഴാണോ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പേയ്മെന്റ്സ് ആണെങ്കിലേ ഉള്ളൂ നമുക്ക് ഡിഡക്ഷൻ അനുവദിക്കപ്പെടത്തുള്ളൂ. അടുത്തത് അതിന്റെ ലിമിറ്റ് ആണ്, നമ്മുടെ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് റെമ്യൂണറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു ഫോർമാറ്റ് ആണ് ഇത്. നമ്മൾ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് മെയിൻ ആയിട്ട് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ഇൻകത്തിന്റെ ബേസിലാണ് നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ ബുക്ക് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ റെമ്യൂണറേഷൻ എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മുടെ ഈ ടേബിളിനകത്തുള്ളത്. അപ്പൊ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, കാരണം ഇൻകം ഒക്കെ നമ്മൾ ഡിഡക്ഷൻ ഒക്കെ നടത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ റെമ്യൂണറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, 1,50,000 ആയിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവ് ആണെങ്കിലോ, പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 3 lakh വരെയുള്ള ബുക്ക് പ്രോഫിറ്റ്, അതായത് 3 lakh വരെയുള്ള ബുക്ക് പ്രോഫിറ്റ് എത്രയാണോ ആ ബുക്ക് പ്രോഫിറ്റിന്റെ ഒന്നെങ്കിൽ 1,50,000 അല്ലെങ്കിൽ 90% ഓഫ് ദി ബുക്ക് പ്രോഫിറ്റ് വിച്ച് എവർ ഈസ് മോർ. ഇത് രണ്ടിൽ ഏതാണോ കൂടുതൽ അത് നമ്മൾ എടുക്കും. അത് 3 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ, 3 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് 90%, 90%ഓ 1,50,000ഓ ഏതാണോ അതിൽ ഹയർ ആയിട്ടുള്ള എമൗണ്ട് അതെടുക്കുക. അതുപോലെ തന്നെ ഇപ്പം ഒരു 3,50,000 എമൗണ്ട് ആണെങ്കിൽ ഫസ്റ്റ് 3 lakh എടുത്തു, അതിനുശേഷം 50,000 ഉണ്ട്. അപ്പം ആ 50,000ന്റെ 60% ബുക്ക് പ്രോഫിറ്റ് എടുക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതായിരിക്കും നമുക്ക് കൊടുക്കാനുള്ള റെമ്യൂണറേഷൻ. ഓക്കെ,
പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കും. ഇപ്പം നമ്മളിപ്പോൾ റെമ്യൂണറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഒരു എമൗണ്ട് വെച്ച് ഇവിടെ ഈ ഒരു കേസ് അനുസരിച്ച് അപ്പം ആക്ച്വലി ഒരു റെമ്യൂണറേഷൻ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവും. ഈ ഒരു റെമ്യൂണറേഷനും ആക്ച്വൽ കൊടുത്ത റെമ്യൂണറേഷൻ തമ്മിൽ ഏതാണ് ചെറുത് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ഡിഡക്ഷൻസ് പെർമിസിബിൾ ടു എ ഫേം. ഒരു ഫേമിന് ഏതൊക്കെ ഡിഡക്ഷൻസ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 80G തൊട്ട് 80JJ വരെയുള്ള ഡിഡക്ഷൻസ് ഫേമിന് അനുവദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 80Gയിലെ ഒരു ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിഡക്ഷൻ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ടും ഉള്ളൂ. ഈ ഡൊണേഷനെ സംബന്ധിച്ചുള്ള ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തിട്ടുള്ള ഡൊണേഷൻ അത് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കൂടാൻ പാടില്ല. അങ്ങനെയുള്ള ഡൊണേഷന് നമുക്ക് ഒരു ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. അത് ചില കേസിൽ 100% ആകാം, ചില കേസിൽ 50% ആകാം. അതിന് 4 കേസ് പറയുന്നുണ്ട്. ഒന്ന്, വിത്തൗട്ട് ലിമിറ്റ് donations on which 100% deduction is allowed. അതുപോലെ തന്നെ without limit donations on which 50% deduction is allowed. With limit donation on which 100% deduction is allowed and with limit donations on which 50% deduction is allowed. അങ്ങനെ വിത്തൗട്ട് ലിമിറ്റിലും 2 കേസും വിത്ത് ലിമിറ്റിലും 2 കേസ് ഡൊണേഷൻസ് ആണ് പറയുന്നത്. വിത്തൗട്ട് ലിമിറ്റ് പ്രകാരം, അതായത് നമ്മുടെ ആ ഡൊണേഷൻ്റെ എമൗണ്ടിന് ഒരു ലിമിറ്റ് സ്പെസിഫൈ ചെയ്യുന്നില്ല, അത് പ്രകാരം കുറേ ഡൊണേഷൻസ് ഉണ്ട്. അത് 100% ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നാഷണൽ ഡിഫൻസ് ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് അമീനിയ എർത്ത്ക്വേക്ക് റിലീഫ് ഫണ്ട്, ജില്ലാ സാക്ഷരതാ സമൃദ്ധി, അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ളവയ്ക്കൊക്കെ കൊടുത്തിട്ടുള്ള ഡൊണേഷന് 100% ഡിഡക്ഷൻസ് അനുവദിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് വിത്തൗട്ട് ലിമിറ്റ് 50% ഡിഡക്ഷൻസ് അനുവദിക്കുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് വെറുതെ നോക്കാം. ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് ഡോട്ട് റിലീഫ് ഫണ്ട്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ. ഈ പറഞ്ഞ 4, ഈ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഈ 4 ആൾക്കാരുടെ പേരിലുള്ള കൊടുത്തിട്ടുള്ള ഇതിന് കൊടുത്തിട്ടുള്ള ഡൊണേഷന് 50% ഉള്ളൂ നമുക്ക് ഡിഡക്ഷൻസ് അനുവദിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു പോയിന്റ്, വിത്ത് ലിമിറ്റ് ഡൊണേഷൻ 100% ഡിഡക്ഷൻ അനുവദിക്കപ്പെടുന്ന ഒരു കാര്യം, അതായത് ഫാമിലി പ്ലാനിങ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർക്ക് ലിമിറ്റ് പ്രകാരം 100% ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കൂടാൻ പറ്റില്ല. അത് വെച്ചിട്ട് അതിന് ഉള്ളിലുള്ളതാണെങ്കിൽ ഡൊണേഷൻ ആണെങ്കിൽ അതിൻ്റെ 100% നമുക്ക് 100% ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഓർ എനി അതർ നോട്ടിഫൈഡ് അസോസിയേഷൻ ഫോർ സ്പോർട്സ് ആൻഡ് ഗെയിംസിൻ്റെ, അതായത് ഒളിമ്പിക് അസോസിയേഷൻ അല്ലെങ്കിൽ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അത് കൊടുത്തിട്ടുള്ള ഡൊണേഷനും നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ്, വിത്ത് ലിമിറ്റഡ് ഡൊണേഷൻസ് ഓൺ വിച്ച് 50% ഡിഡക്ഷൻ അലൗഡ്. 50% ഡിഡക്ഷൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ അക്കോമഡേഷൻ, ഹൗസിംഗ് അക്കോമഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഡൊണേഷൻസ് ആണെങ്കിൽ അതിൻ്റെ 50% ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തിട്ട് ഉള്ളതാണത്. അതും ചാരിറ്റബിൾ പർപ്പസിനു വേണ്ടി, അങ്ങനെയുള്ള പർപ്പസിനു വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവയ്ക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെമ്പിൾ, മോസ്ക്, ഗുരുദ്വാര, ചർച്ച് ഓർ എനി പ്ലേസ് വിച്ച് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ടു ബി ഓഫ് ഹിസ്റ്റോറിക്, അതായത് ഹിസ്റ്റോറിക്കായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ചില ഈ പറഞ്ഞിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും അങ്ങനെയുള്ളവയ്ക്കാണെങ്കിൽ നമുക്ക് 50% ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ്. പിന്നെ ബാക്കിയുള്ള ഈ സെക്ഷൻ IA, IAB, IB, IC, ID, IE, 80JJ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഫേമിന് അനുവദിക്കപ്പെട്ട
പറ്റിയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ്. പക്ഷേ നമ്മുടെ ചാപ്റ്റർ പ്രകാരം നമുക്ക് ഈ പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. അപ്പം അടുത്തത് നമുക്ക് നോക്കാം റേറ്റ് ഓഫ് ടാക്സ് ഫോർ ഫേംസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ കോളം കിടക്കുന്നുണ്ടോ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. ഫേമിനെ സംബന്ധിച്ച് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 15% ആണ്. ലോങ് ടേമിന്റെ ആണെങ്കിൽ 10% or 20 ആയിരിക്കും. അടുത്തത് വിന്നിങ്സ് ഫ്രം ലോട്ടറി, റേസസ് എക്സെട്ര ആണെങ്കിൽ 30% നമുക്കറിയാം. 30% ആണ് മറ്റുള്ള കേസിൽ. അതുപോലെ തന്നെ ഇൻകം, നോട്ട് ബീയിങ് ഇൻകം വിച്ച് ഇസ് സബ്ജക്ട് ടു സ്പെഷ്യൽ ടാക്സ് റേറ്റ്. ഇത് ഒരു ഇൻകം അല്ല, പക്ഷെങ്കിൽ അത് ഇൻകം ആണ് എന്ന് പറയാം. നോട്ട് ബീയിങ് ഇൻകം എന്നാണ്. കാരണം ഒരു ഇൻകം ആയിട്ടല്ല, പക്ഷെങ്കിൽ ഇൻകം ആണ്. അങ്ങനെയുള്ള ഇൻകത്തിന് നമ്മൾ ടാക്സ് ചെയ്യുന്ന റേറ്റ് ആണ് 30% എന്ന് പറയുന്നത്. അപ്പം സർചാർജ് ഉണ്ട്. കാരണം ഇൻകം 1 crore എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12% സർചാർജും കൂടെ നമ്മൾ കൊടുക്കണം എന്ന്. മാർജിനൽ റിലീഫ്, അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോ റിലീഫ് ഇൻകം ടാക്സ് അനുവദിക്കുന്നുണ്ട്. അത് എന്ത് റിലീഫ് ആണെന്ന് നോക്കാം. Surcharge shall be subject to marginal relief where income exceeds 1 crore rupees. The total amount payable as income tax and surcharge shall not exceed total amount payable as income tax on total income of 1 crore rupees by more than the amount of income that exceeds 1 crore rupees. അതായത് 1 കോടിയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിലാണ് നമുക്ക് സർചാർജ് ആപ്ലിക്കബിൾ ആവുന്നത്. സർചാർജ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എത്ര ടാക്സ് ആണോ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ടാക്സിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് സർചാർജ് ആഡ് ചെയ്യുന്നത്. അപ്പം ആ ടാക്സ് ഓൺ ടാക്സ് എന്നാണ് സർചാർജിനെ ശരിക്കും പറയുന്നത്. അപ്പം ആ ടാക്സിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജിൽ സർചാർജും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കിട്ടും. അതെപ്പോഴാണ് 1 crore കൂടുതൽ ഇൻകം ഉണ്ടെങ്കിലാണ് ഈ സർചാർജ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു 1 crore എമൗണ്ടിന് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. 1 crore നിന്ന് ഒരു 1000 എമൗണ്ട് കൂടുതലുള്ള ഒരു ഇൻകത്തിന് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സർചാർജ് ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് കേസിൽ ടാക്സ് മാത്രം, സെക്കൻഡ് കേസിൽ പ്ലസ് സർചാർജും കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആഡ് ചെയ്ത് സർചാർജ് എന്ന് പറയുന്നത് എന്താ, 1 crore കൂടിയത് കൊണ്ടല്ലേ നമ്മൾ സർചാർജ് ആഡ് ചെയ്ത്. 1 crore എത്ര എമൗണ്ട് ആണ് കൂടിയത്, 1000 എമൗണ്ട്. അപ്പം നമ്മൾ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഇൻകത്തിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ സർചാർജിൻ്റെ എമൗണ്ടും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് എന്ന് പറയുന്നത് നോർമലി ഉള്ള ടാക്സിൻ്റെ എമൗണ്ടിനേക്കാളുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻകം എത്രയാണോ കൂടുതൽ കിട്ടിയത് അതിനേക്കാൾ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് 1 crore rupeesന് 1000 ആണ് നമുക്ക് ഇൻകം എക്സീഡ് ചെയ്തിരിക്കുന്നത്. ആ 1000 rupeesനേക്കാൾ കൂടുതൽ ടാക്സ് ആയിട്ട് നമുക്ക് പേ ചെയ്യാൻ പാടില്ല. 1 കോടിയിൽ കൂടുതൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ സർചാർജ് ആഡ് ചെയ്യുന്നത്. ആ സർചാർജ് ആഡ് ചെയ്യുമ്പം വരുന്ന ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ആ 1 കോടിയിൽ കൂടുതലായിട്ടുള്ള 1000 രൂപയേക്കാൾ കൂടാൻ ഒരിക്കലും പാടില്ല എന്നാണ്. കൂടാൻ പാടില്ല എന്നല്ല, എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് മാർജിനൽ റിലീഫിൽ പറയുന്നത്. ആ എമൗണ്ടിന് നമുക്ക് റിലീഫായിട്ട് കിട്ടും എന്നാണ് ഇൻകം ടാക്സ് പറയുന്നത്. 1000 എക്സ്ട്രാ വരുന്നുള്ളൂ എങ്കിലും നമ്മൾ സർചാർജ് ആഡ് ചെയ്യുന്ന എന്താ, ആ ടോട്ടൽ ടാക്സ് എമൗണ്ടിലായിരിക്കും. അപ്പോൾ ഒരു ടോട്ടൽ ടാക്സ് എമൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മിക്കപ്പോഴും 1000 rupeesനേക്കാൾ കൂടുതൽ, 1000 ആണ് എക്സാമ്പിൾ പറയുന്നതെങ്കിൽ 1000നേക്കാൾ കൂടുതൽ ടാക്സ് എന്തായാലും കാൽക്കുലേഷൻ വരുമ്പോൾ പറയും. ഹയസ്റ്റ് എമൗണ്ട് ആണെങ്കിൽ ആ ഒരു ഡിഫറൻസ് വരാതെ വരും. ഈ 1000 ആണെങ്കിൽ ഇങ്ങനെ ഒരു ടാക്സ് ലൈബിലിറ്റി നല്ല ചേഞ്ച് വരും. അപ്പം ആ ചേഞ്ച് നമുക്ക് പേബിൾ അല്ല എന്നാണ്, ലൈബിലിറ്റി ആയി വരില്ല എന്നുള്ള ഒരു റിലീഫാണ് ഈ മാർജിനൽ റിലീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സിൻ്റെ അകത്ത് ഈ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ 4% എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ്. അപ്പോൾ അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഓഫ് പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം. ഇത് ഫേമിലെ പാർട്ട്നേഴ്സിനുള്ള ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന്.
നോർമലി നമുക്കറിയാം പാർട്ട്നേഴ്സിന് കിട്ടിയ റെമ്യൂണറേഷൻസ് നോർമലി ആഡ് ചെയ്യുക, റെമ്യൂണറേഷൻസ് എടുക്കുക, അതിൻ്റെ കൂടെ എത്രയാണോ ക്യാപിറ്റൽ അവരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ക്യാപിറ്റൽ എത്ര പെർസെൻറ്റേജ് ആണോ ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത് അത് ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ പാർട്ട്നേഴ്സ് ഏതെങ്കിലും അവരുടെ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര റെന്റ് അവർക്ക് കിട്ടുന്നുണ്ട് അത് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഈ ഫേമിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അവസാനം ഏതൊക്കെ ഡിഡക്ഷൻസ് ആണോ പെർമിസിബിൾ ആയിട്ടുള്ള ആ ഡിഡക്ഷൻസ് നടത്തുക. അങ്ങനെയായിരിക്കും നമുക്ക് ടോട്ടൽ ഇൻകം പാർട്ട്നേഴ്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ട്രീറ്റ്മെന്റ് ഓഫ് ഫേം ലോസസ്. അതായത് ഒരു ഫേമിന്റെ ലോസ്, ഒരു ഇയർ എൻഡിൽ ചില ലോസുകളൊക്കെ ഉണ്ടാകുമായിരിക്കുമല്ലോ, അതെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, സ്പെക്യുലേറ്റീവ് ലോസസ്. അതായത് സ്പെക്യുലേറ്റീവ് ലോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹിച്ചുള്ള മീൻസ് ഈ ചില ബെറ്റിംഗ് അങ്ങനെ ചില കാര്യങ്ങൾക്കുള്ള ലോസ് ഉണ്ടാകുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ലോസ് എങ്ങനെയാണെന്നാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്. സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സ്പെക്യുലേറ്റീവ് ഇൻകം ഫോർ സബ്സിക്വന്റ് 4 years. ഇപ്പൊ ഈ വർഷം നമുക്ക് സ്പെക്യുലേറ്റീവ് ലോസ് ഉണ്ടായി, നെക്സ്റ്റ് ഇയറിൽ സ്പെക്യുലേറ്റീവ് ഇൻകം ഉണ്ടായി. അപ്പം ഈ ലോസിനെ നമ്മൾ 4 വർഷം ക്യാരി ഫോർവേഡ് ചെയ്തിട്ടാണ് ആ ലോസിനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത്. അതാണ് സ്പെക്യുലേറ്റീവ് ലോസ്. നോൺ സ്പെക്യുലേറ്റീവ് ലോസസ് ബിസിനസ് ലോസസ് ആണെങ്കിൽ ഈ സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി ബിസിനസ് പ്രോഫിറ്റ് ഫോർ 8 years. വരുന്ന 8 വർഷത്തിനുള്ളിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. എങ്ങനെ? എനി ബിസിനസ് പ്രോഫിറ്റ്, ഏത് ബിസിനസ് പ്രോഫിറ്റിൽ വെച്ചിട്ടും നമുക്ക് ഇതിനെ സെറ്റ് ഓഫ് ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്തത് ലോങ് ടേം ക്യാപിറ്റൽ ലോസസ്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് പറഞ്ഞ പോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. വരുന്ന വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിഞ്ഞ വർഷത്തെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര വർഷത്തേക്ക്? 8 yearsലേക്ക് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. 8 year കഴിഞ്ഞിട്ടും നിലവിൽ നിൽക്കുകയാണെങ്കിൽ ആ ലോസ് നമ്മൾ സഹിക്കേണ്ടി വരും. അതാണ്. അടുത്തത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസസ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും അതല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അതും ഈ പറഞ്ഞതുപോലെ 8 വർഷത്തേക്കാണ്. 8 വർഷം വരെ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാം. അത് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ സഹിക്കുക. അതിനുശേഷം അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, അതായത് ഡിപ്രീസിയേഷൻ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ, അത് സെറ്റ് ഓഫ് ചെയ്യുന്നത് എത്രയാ? ബിസിനസ് ഇൻകം ഓർ എനി അതർ ഇൻകം, ഏതെങ്കിലും ഒരു ബിസിനസ് ഇൻകം, ഏതെങ്കിലും ഹെഡിൽ വരുന്ന ഇൻകം ആയിട്ട് നമുക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനെ നമുക്ക് ചാർജ് ചെയ്യാം എന്നാണ് പറയുന്നത്. ബിസിനസ് ഇൻകം ആണെങ്കിൽ നമുക്ക് ബിസിനസ് ഇൻകം ഏതെങ്കിലും ഇൻകം ആയിട്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതാണ് ഫേമിന്റെ ലോസസിന്റെ ട്രീറ്റ്മെന്റ്. നമുക്ക് അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാ കമ്പ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഇനി നോക്കാം. ഫസ്റ്റ് നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ നിലവിലുള്ളത് നമ്മുടെ കയ്യിലുള്ളത് P&L ഉണ്ട്. P&L പ്രോഫിറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ P&L പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ P&L ബുക്ക് പ്രോഫിറ്റ് എടുക്കുക. അതിൻ്റെ കൂടെ ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് നോട്ട് കവേർഡ് അണ്ടർ സെക്ഷൻ 44, നമുക്ക് അതിനകത്ത് വരാത്തത് സെക്ഷൻ 44 വരാത്ത ഐറ്റംസ് ഉണ്ടാവും, അത് നമ്മൾ ആഡ് ചെയ്യണം. അത് നമ്മുടെ P&L എമൗണ്ട് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അടുത്തത് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഇഫ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള, അതായത് പാർട്ട്നേഴ്സിന് കൊടുത്തിട്ടുള്ള റെമ്യൂണറേഷൻസ് P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. പിന്നെ ഡിസലവൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 12% പെർ ആനം. അതായത് ഇപ്പം ഇൻട്രസ്റ്റ് നമ്മൾക്ക് 12% നമുക്ക് അലൗഡ് ആണ്, അത് നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ആ എക്സസ് എമൗണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇനി ലെസ് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ. അഡ്മിസിബിൾ ഐറ്റംസ് വിച്ച് ആർ ഡിസ്അലൗഡ് ഇൻ എബവ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പം അഡ്മിസിബിൾ ഐറ്റംസ്, അതായത് ഇപ്പം ആഡ് ചെയ്യേണ്ട ബിസിനസ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാത്ത നമ്മുടെ ഇൻകമുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് ഇൻകം ഫ്രം ഓൾ അതർ സോഴ്സസ് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്.
അത് P&L അക്കൗണ്ടിൽ ഇൻകം ഫ്രം അതർ ബാക്കിയുള്ള എല്ലാ സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻകം ഉണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഫേമിന്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ ഫോർമാറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ബുക്ക് പ്രോഫിറ്റ് വരെ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നു, അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ബുക്ക് പ്രോഫിറ്റിൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. എന്തില്? നമുക്ക് ടോട്ടൽ ഇൻകത്തിലേക്ക് എത്തണമെങ്കിൽ ബുക്ക് പ്രോഫിറ്റിന്റെ ബേസിലാണ് നമ്മൾ ബാക്കി കാൽക്കുലേഷൻസ് നടത്തുന്നത്. അതായത് ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് നമ്മുടെ വർക്കേഴ്സിന് കൊടുത്തിട്ടുള്ള റെമ്യൂണറേഷൻ നമ്മൾ ലെസ് ചെയ്യുമ്പോൾ ആയിരിക്കും നമുക്ക് ബിസിനസ് ഇൻകം കിട്ടുന്നത്. അപ്പോൾ ഈ വർക്കേഴ്സിന് കൊടുത്തിട്ടുള്ള റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ആക്ച്വലി എത്ര റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടോ അത് കൺസിഡർ ചെയ്യുക. പിന്നെ സെക്ഷൻ 40B പ്രകാരം ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അത് രണ്ടും കൺസിഡർ ചെയ്യാം. ഇതിൽ ഏതാണോ ലീസ്റ്റ് ആ എമൗണ്ട് നമ്മുടെ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ബിസിനസ് ഇൻകം കിട്ടുന്നത്. ആ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി 3 ഹെഡും കൂടി ഉണ്ടല്ലോ. ഫേമിനെ സംബന്ധിച്ചിടത്തോളം 4 ഹെഡ് ഓഫ് ഇൻകം ആണ്. ബിസിനസ് ഇൻകം കഴിഞ്ഞു, ഇനി 3 ഹെഡ് ഓഫ് ഇൻകം: ക്യാപിറ്റൽ ഗെയിൻസ്, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സസ്. ഈ 3 ഹെഡിലെ ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ ഡിഡക്ഷൻസ് ചെയ്യുന്നത്. ഏതൊക്കെ ഡിഡക്ഷൻസ് ആണോ നമുക്ക് അനുവദിക്കുന്നത് ആ ഡിഡക്ഷൻസ് നമ്മൾ എടുക്കുന്നു. അത് 80C to 80U ആണ് നമ്മുടെ ടോട്ടൽ ഡിഡക്ഷൻസ് ഉള്ളത്. അതിൽ ഫേമിന് ഏതൊക്കെയാണോ ആപ്ലിക്കബിൾ ഉള്ളത് എങ്കിൽ അതനുസരിച്ച് ഡിഡക്ഷൻസ് നടത്തുക. ആ ഡിഡക്ഷൻസ് നടത്തിയതിനു ശേഷം നമുക്ക് എത്രയാണോ വരുന്നത് അതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ടോട്ടൽ ഇൻകം കണ്ട ശേഷം നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണുന്നു. പിന്നെ ആ ടാക്സ് ലയബിലിറ്റിയുടെ എമൗണ്ട് ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന പ്രോഫിറ്റ്. അതായിരിക്കും നമ്മുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഷെയർ. അതിന്റെ റേഷ്യോ അനുസരിച്ച് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അടുത്തത് ആൾട്ടർനേറ്റ് മിനിമം ടാക്സ്. അതിനകത്ത് എന്തോ പേര് പറയുന്നത് മനസ്സിലാക്കാം. ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്നാൽ ഒരു മിനിമം ടാക്സ് പേ ചെയ്യണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മിനിമം ടാക്സ് നമ്മൾ പേ ചെയ്യണം, നമ്മളെല്ലാം SSC അല്ലെങ്കിൽ പേഴ്സൺസ് പേ ചെയ്യണം എന്നാണ്. അതെന്താന്ന് നോക്കാം. ദ പ്രൊവിഷൻസ് ഓഫ് AMT ആപ്ലിക്കബിൾ ടു നോൺ കോർപ്പറേറ്റ് ടാക്സ് പേയേഴ്സ് ഇൻ എ മോഡിഫൈഡ് പാറ്റേൺ. അതായത് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനി അല്ലാത്ത പേഴ്സൺസിന് മാത്രമാണ് AMT ആപ്ലിക്കബിൾ ആയിട്ട് ഉള്ളത്. ദ എമൗണ്ട് ഓഫ് ടാക്സ് കമ്പ്യൂട്ടഡ് ഓൺ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ ബേസിലായിരിക്കും എമൗണ്ട് ഓഫ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്താന്ന് നോക്കാം. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ഇസ് ദ ഇൻകം ഓഫ് ദി SSC on which he is liable to pay income tax is increased by deductions claimed under section 80H2, 80 RRB, except section 80P, deductions under section 35 AD, deductions claimed under section 10 AAA. അങ്ങനെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് വീണ്ടും ആഡ് ബാക്ക് ചെയ്ത് ആ ടോട്ടൽ ഇൻകം നമ്മൾ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ഇത് വീണ്ടും ആഡ് ബാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ എമൗണ്ട് ആയിരിക്കും അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. ഈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ ബേസിലായിരിക്കും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇസ് എ വേ ടു കളക്ട് മിനിമം ടാക്സ് ഫ്രം സീറോ ടാക്സ് പേയേഴ്സ്. ഇത് മെയിനായിട്ട് എന്താ, ചിലപ്പം അങ്ങനെ നോർമലി ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടാക്സ് ലിമിറ്റിനേക്കാളും കുറവായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള കേസിൽ ഈ കാര്യങ്ങളുടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസ് ആഡ് ബാക്ക് ചെയ്തിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ വേ ടു കളക്ട് മിനിമം ടാക്സ് ഫ്രം സീറോ ടാക്സ് പേയേഴ്സ്. ടാക്സ് അടയ്ക്കേണ്ടാത്തവരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു വഴിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് 18.5% ആണ്. പിന്നെ
ഈ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് അടങ്ങിയിട്ടുള്ളത് 115JZ to 115JF എന്നുള്ള സെക്ഷൻസിലാണ് AMT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാം എങ്ങനെയാണ് AMTയുടെ ഡിറ്റർമിനേഷൻ എന്ന് നോക്കാം. Calculate the tax liability of LLP as per normal provisions of IT Act. നമ്മുടെ ഇതിന്റെ ഫോമിന്റെ അനുസരിച്ചിട്ട് നമുക്ക് നോർമലി നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് വെച്ച് എങ്ങനെയാണോ നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ ടാക്സ് ലയബിലിറ്റി ഫസ്റ്റിലെ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തത് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ഓഫ് LLP. അതിനുശേഷം നമുക്ക് LLPയുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അത് നേരത്തെ നമ്മൾ പറഞ്ഞ കുറേ ഡിഡക്ഷൻസ് ആഡ് ബാക്ക് ചെയ്തിട്ട് ഉള്ള കാൽക്കുലേഷൻ ആയിരിക്കും അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ ബേസിൽ AMT കാൽക്കുലേറ്റ് ചെയ്യുക. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ഈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ റേറ്റ് നമുക്കറിയാം at 18.5% പ്ലസ് 4% എന്താ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള AMT കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്തത് എന്താ the income tax liability of LLP under the normal provisions is equal to AMT. AMT will not apply എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത ഇൻകം നമ്മുടെ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ് ലൈബിലിറ്റിയും അതിനുശേഷം അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്ത ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് AMT അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് പറയുന്നത്. അതിനുശേഷം the amount of AMT is more, the adjusted total income will be deemed as total income. Then tax liability of adjusted income will be deemed as the tax liability of the LLP. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈക്വൽ ആണെങ്കിൽ കൺസിഡർ ചെയ്യണ്ട, പക്ഷേങ്കിൽ ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് നോർമൽ ടാക്സിനേക്കാൾ കൂടുതലാണെങ്കിൽ AMT ആപ്ലിക്കബിൾ ആണ്. അങ്ങനത്തെ കേസിൽ ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താ ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആയിരിക്കും ആ LLPക്ക് ഉള്ള ടാക്സ് ലയബിലിറ്റി. ആ എമൗണ്ട് ആയിരിക്കും അവർ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ AMT ആൻഡ് MAT. അതിന്റെ സ്പെല്ലിങ് കാണുന്നത് പോലെ തന്നെ അതിന്റെ എക്സ്പാൻഷനും സെയിം ആണ്, വെറുതെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം AMT നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്, അപ്പോൾ MAT എന്ന് പറഞ്ഞാൽ എന്താ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് അങ്ങനെയാണ്. AMT നമ്മൾ പഠിച്ചത് എന്താ കമ്പനീസിന് അല്ല ആപ്ലിക്കബിൾ. അപ്പോൾ MAT എന്തിനായിരിക്കും കമ്പനീസിന് വേണ്ടിയുള്ള ടാക്സ് ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. MAT ആപ്ലിക്കബിൾ ടു കമ്പനീസ് എന്താ MAT കമ്പനീസിനായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. AMT എന്താ ആപ്ലിക്കബിൾ ടു നോൺ കോർപ്പറേറ്റ് SSC, അതും നമ്മൾ പറഞ്ഞു. നോൺ കോർപ്പറേറ്റ് ആയിട്ടുള്ള SSCക്ക് ആയിരിക്കും AMT ആപ്ലിക്കബിൾ. അതുപോലെ തന്നെ MATന്റെ പ്രൊവിഷൻസ് പറഞ്ഞിട്ടുള്ളത് അണ്ടർ സെക്ഷൻ 115JB അണ്ടർ ചാപ്റ്റർ 12B. ചാപ്റ്റർ 12Bയിൽ അണ്ടർ സെക്ഷൻ 115JBയിലാണ് MATന്റെ പ്രൊവിഷൻസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ AMTയുടെ എന്താ അണ്ടർ സെക്ഷൻ 150JC അണ്ടർ ചാപ്റ്റർ 12BA. 12BA ചാപ്റ്ററിൽ അണ്ടർ സെക്ഷൻ 115JCയിലാണ് AMTയുടെ പ്രൊവിഷൻസ് പറഞ്ഞിട്ടുള്ളത്. കൺഫ്യൂഷൻ ആവരുത്. MAT ആണെങ്കിൽ JB, AMT ആണെങ്കിൽ JC. ഓക്കെ, അതിനുശേഷം അടുത്ത പോയിന്റ് ദാറ്റ് ഈസ് ടാക്സബിൾ ഓൺ ബുക്ക് പ്രോഫിറ്റ്. എന്താ ബുക്ക് പ്രോഫിറ്റിന്റെ ബേസിലാണ് MAT ടാക്സ് ചെയ്യുന്നത്. കാരണം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് P&Lലെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ ബേസിലായിരിക്കും ടാക്സ് കണ്ടുപിടിക്കുന്നത്. AMTയിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്താ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ ബേസിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ കമ്പനീസ് റിക്വയർ ടു പേ MAT ഇഫ് ദി ടാക്സ് കാൽക്കുലേറ്റഡ് ഈസ് ലെസ് ദാൻ MAT. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MAT ഈ കേസിൽ ഇത് തന്നെ MAT കാൽക്കുലേറ്റ് ചെയ്യുക. MAT കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്ത ടാക്സിനേക്കാളും കൂടുതലാണ് MAT എങ്കിൽ കമ്പനി MAT ആയിരിക്കും പേ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ AMTയുടെ കേസിലും അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു. AMT കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർമലി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ
AMT ആയിരിക്കും അങ്ങനെ ഒരു ആ പേഴ്സൺ AMT ആയിരിക്കും പേ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് എന്താ നോക്കാം. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എന്താ 18% ആണ്. മാറ്റിന്റെ കേസിൽ 18%, പിന്നെ സർചാർജ് ബുക്ക് പ്രോഫിറ്റ് 1 crore കൂടുകയാണെങ്കിൽ ഒരു 5% സർചാർജ് കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് at 4% കൂടെ വരുന്നുണ്ട്. അതാണ് മാറ്റിന്റെ റേറ്റ്. അതുപോലെ AMTയുടെ റേറ്റ് നമ്മൾ പറഞ്ഞു 18.5% ആണെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഒരു 4% കൂടെ കൂട്ടിയിട്ടാണ് AMTന്റെ റേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്.